ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നിപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കണ്ട, കാരണം ഇന്നലത്തെ അപ്പം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, 4 അപ്പം ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തിനിപ്പം എന്തുണ്ടാക്കിയാലും കൂടുതലായിരിക്കും ഫുഡ്, അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇന്നലത്തെ ചെറുപയർ കറി ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസത്തെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ അതാ നോക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ ട്യൂഷൻ ഉണ്ട്. ഇന്നലെ നമുക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റിയില്ല, മിനിഞ്ഞാന്നും ട്യൂഷൻ എടുത്തില്ലായിരുന്നു കേട്ടോ. മിനിഞ്ഞാന്ന് നമുക്ക് മാമയുടെ 40 ആയത് കാരണം അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു. പിന്നെ ഇന്നലെ ആഹിലിൻ്റെ ബുക്ക് വാങ്ങിക്കാനായിട്ട് സ്കൂളിൽ പോയതുകൊണ്ട് അതും ലേറ്റായി. അതുകൊണ്ട് ഇന്നലെയും ട്യൂഷൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പൈപ്പ് ഇടാനായിട്ട് റോഡൊക്കെ എന്താ പറയുക, ആകെ കുത്തിപ്പൊളിച്ചിട്ടേക്കാണ്. പല പ്രാവശ്യം വീഡിയോയിൽ കാണിക്കണമെന്ന് ഓർത്താണ്, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ആ വഴി പോകുന്നില്ലല്ലോ, നമ്മൾ ഇപ്പുറത്തെ വഴിയാണ് പോകുന്നത്. അതിൽ പോയായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം എന്താ പറയുക, തുഴഞ്ഞു പോണ പോലെയാണ് പോയത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. ഞാനൊരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ ആഹിലിൻ്റെ കാലിൽ ചെളിയായിട്ട് വന്നേക്കുന്നത്. ഇന്നലെ മാമ വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പഴുത്തത് ചക്ക നമ്മൾ ഇന്നലെ തന്നെ രാത്രി തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ആൻറ്റി ഇത് നന്നാക്കി കൊടുത്തു വിട്ടാണ് കേട്ടോ. ചക്കക്കുരും കൂടി ഇട്ടാലാണല്ലോ ടേസ്റ്റ് ഉള്ളത്, വെറുതെ ചക്ക മാത്രം ആയി കഴിഞ്ഞാൽ കൊള്ളില്ല. നമ്മളുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ വർക്ക് ഏരിയയിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം മഴയില്ല കേട്ടോ. മഴയുള്ള സമയത്ത് നമുക്കിവിടെ നിൽക്കാനേ പറ്റില്ല, കാരണം ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം വീഴും കേട്ടോ. ചക്കയുടെ പണി കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേഗം അതെടുത്തുകൊണ്ട് മെയിൻ കിച്ചണിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയായിരുന്നേ. മഴ കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികൾ ട്യൂഷന് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 2 പേരേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊന്നുമില്ല. അപ്പോൾ ഇവന്മാർക്ക് ട്യൂഷന് വരാൻ ഇപ്പോൾ കുറച്ച് മടിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ സ്കൂൾ ഓർക്കാനായിട്ട് ഒരാഴ്ചയുള്ളല്ലോ. അപ്പോൾ ചോദ്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചയല്ലേ ഉള്ളൂ ആൻറ്റി, ഞങ്ങൾ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ റോഡ് ഇപ്പോൾ മോശമായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വരാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആഹിലും ഇവർ 2 പേരും ഉള്ളത്. അപ്പോൾ ഞാനോടത്ത് അവർക്ക് വർക്ക് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനോടത്ത് ആഹിലിൻ്റെ ബുക്ക് കുറച്ച് അങ്ങോട്ട് കവർ ചെയ്തെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ചെറിയ ബുക്സ് ആണ് കേട്ടോ. TP ബുക്സ് ഇവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പോൾ സബ്ജക്റ്റുകൾ എത്രയുണ്ടോ അത്രയും തന്നെ TP ബുക്സ് ഇവർക്ക് ഉണ്ട് കേട്ടോ. അത് ചെറിയ ക്ലാസ് മുതൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ TP ബുക്സ് ആദ്യം അങ്ങോട്ട് കവർ ചെയ്തെടുക്കാമെന്ന് ഓർത്തു. 100 പേജസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആഹിലും ഹെൽപ്പ് ചെയ്ത് കേട്ടോ, പേരൊക്കെ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ബുക്ക് കവർ ചെയ്യാനൊരു ഇത്തിരി പണിയായിരുന്നു കേട്ടോ തുടക്കത്തിലൊക്കെ. പിന്നെ ഇതിപ്പോൾ എനിക്ക് ശീലമായി. ഇപ്പം ഏകദേശം 10 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹിലിപ്പോൾ 8ലാണ്, പ്ലേ ക്ലാസ് പോലെ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ 10 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ ചെറിയ ബുക്കാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഒന്നാമത്തില് നമ്മൾ സൈക്കിളിനാണല്ലോ അവൻ പോകുന്നത്, അപ്പോൾ വെയിറ്റ് അധികം ആയാലും ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ലോങ് ബുക്ക് അല്ല കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. മാത്സിന് മാത്രമേ ലോങ് ബുക്ക് ഉള്ളൂ. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയിലെ ഒരവസ്ഥയാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. വെള്ളം വീണ് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേളിലൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം നോക്കി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷമാണ് ഇത്രയും വെള്ളം വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു കാറ്റടിയൊക്കെ നല്ലോണം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വെള്ളമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് മിക്സ്ചർ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്, മഴയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഞങ്ങൾ ചക്ക ഒക്കെ കൂട്ടി കഴിച്ചായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയിലത്തെ കേട്ടോ. രാവിലത്തെ ഫുഡ് കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രിയിൽ നമുക്ക് എന്തായാലും വേറെ ഉണ്ടാക്കണമായിരുന്നല്ലോ. അപ്പോൾ ആഹിലിനൊക്കെ നേരത്തെ തന്നെ വിശക്കണം എന്ന് പറയാൻ തുടങ്ങി കേട്ടോ. ഒരു 7 മണി കഴിഞ്ഞപ്പോഴത്തേനും. സാധാരണ അങ്ങനെ പറയാത്തതാണ്. ഞാൻ വേഗം ഉപ്പുമാവ് ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പപ്പടവും കൂടി വറുത്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനിടക്ക് സ്നാക്സ് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ മഴയത്ത് പോണ ബുദ്ധിമുട്ട് ഓർത്തപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. അതുമാത്രമല്ല, നമുക്ക് ഈ റോഡിൽ കൂടി പോകണമെങ്കിൽ നല്ല പണിയാണ്. വല്ല റോട്ടിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ അതും തീർന്ന്. അപ്പോൾ ചുറ്റിക്കറങ്ങി പോണ മടി ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പുമാവിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഉപ്പുമാവ് അവന് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇപ്പോൾ എന്താ പറയുക, വിശന്നിരിക്കുമ്പോൾ പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കുമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഉപ്പുമാവ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുഞ്ഞു വീഡിയോ ആണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.